പള്ളിച്ചട്ടമ്പി നമ്മുടെ ടൊവിനോ തോമസ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ഡിജോ ജോസ് ആണിത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരുടെയും ഫസ്റ്റ് കൊളാബറേഷനാണ്. നമ്മുടെ ഡിജോ എന്ന് പറയുന്നത് ജനഗണമന, ക്വീൻ ഒക്കെ ഡയറക്റ്റ് ചെയ്ത, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ. സോ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ഇതൊരു എന്താ പറയുക, ഒരു പീരിയോഡിക് ഡ്രാമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പീരിയോഡിക് പഴയ കാലഘട്ടമാണ്. അതിൻ്റെ ഒരു പോസ്റ്ററുകളും അങ്ങനത്തെ പാട്ടൊക്കെ വന്നപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ടൊവിനോ തോമസ് അദ്ദേഹം എനിക്കിന്ന് ലോക എന്ന് പറയുന്ന സിനിമയിൽ ഒരു എക്സ്റ്റൻഡഡ് കെമിയോ, അതിന് മുമ്പ് നരിവേട്ട, പിന്നെ അദ്ദേഹം കുറേ സിനിമകൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒഫീഷ്യലായിട്ടില്ല, ഒഫീഷ്യലാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വരാനിരിക്കുന്ന വലിയ മറ്റു ഭാഷകളിലുള്ള ഒരുപാട് സിനിമകൾ അദ്ദേഹം ഭാഗമാണെന്ന് കേട്ടു. സോ അദ്ദേഹത്തിൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷം വരുന്നൊരു സിനിമയാണ് ഇത്. ആക്ച്വലി എനിക്കൊന്ന് ദൃശ്യം എന്ന് പറയുന്ന സിനിമ അത് പോസ്റ്റ്പോൺ ആയെന്നൊക്കെ ഇങ്ങനെ പറയുന്ന റൂമറുകളാണ്, ഒഫീഷ്യലായോന്നറിയില്ല. സോ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ റിലീസ് നേരത്തെ ആയി, അതുകൊണ്ടാണ് വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ റൂമേഴ്സാണ്, അറിയില്ല. സോ നമുക്ക് ട്രെയിലർ അല്ലല്ലോ, ടീസർ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. പീരിയോഡിക് സെറ്റപ്പാണ്. ഓ അതെ, ക്രിസ്റ്റഫർ ഡിജോ ജോസ്, ക്രിസ്തുവിനെ ചുമക്കുന്നവൻ ടൊവിനോ തോമസ്. കയാടു ഓ ഫൈറ്റ് പള്ളിച്ചട്ടമ്പി ഏപ്രിൽ 10th. അതായത് എനിക്കൊന്ന് ഇതിൻ്റെ റിലീസ് പ്രീപോൺ ആയെന്ന് തോന്നുന്നു. അതായിരിക്കും ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ടീസറൊക്കെ വരുന്നത്. ഒരു ഡിജോ ജോസിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പറയാറുണ്ട്. ഇപ്പം ജനഗണമന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്യൂവിനായിക്കോട്ടെ, ക്യൂവിൻ്റെ ആ ഒരു സിനിമയുടെ ഒരു കോട്ട് സീനൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും ഏറ്റെടുത്ത ഒരു സെഷനാണ്. എൻ്റെ ഒരു സിനിമയിലുപരി ആ ഒരു കോർട്ട് റൂമിൽ വരുന്ന ആ പോർഷനൊക്കെ. പിന്നെ എടുത്തു പറയേണ്ട ജനഗണമനയിലെ ആ ഒരു പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഒരു പോർഷനൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചകൾക്കിടയാക്കിയതാണ്. സോ ഡിജോ ജോസ് എന്ന് പറയുന്ന സംവിധായകനിലുപരി അദ്ദേഹത്തിൻ്റെ കഥകളിൽ, സിനിമകളിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തമായ രാഷ്ട്രീയം പറയാറുണ്ട്, കറക്റ്റായിട്ട് കൺവേ ചെയ്യാറുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു പീരിയോഡിക് ഡ്രാമാനാണ്. ട്രെയിലർ കണ്ടിട്ട്, ടീസർ കണ്ടിട്ട് ഇതൊരു വളരെ ഡീറ്റെയിൽഡായിട്ട് അങ്ങനെ പറയാത്ത ഒരു കുഞ്ഞൊരു ടീസറായിട്ടാണ് തോന്നിയത്. ഫൈറ്റ് സീക്വൻസ് ആൻഡ് എഡിറ്റിംഗ് അതെടുത്ത് പറയണം, അത് രണ്ടും കൊള്ളാം. പിന്നെ എനിക്കൊന്ന് മ്യൂസിക് നമ്മുടെ ജെക്സ് ബിജോയ് അദ്ദേഹമാണെന്ന് തോന്നുന്നു. ജെക്സ് ബിജോയ് അല്ലേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രകാരം? ജെക്സ് ബിജോയ്, സുരേഷ് ബാബു റൈറ്റർ, മ്യൂസിക് അതെ ജെക്സ് ബിജോയ് ആണ്. സോ അതിൻ്റെ ഒരു പാട്ട് റിലീസായിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ടൊവിനോ തോമസ്, ഞാൻ ആദ്യം പറഞ്ഞു, ടൊവിനോ തോമസ് കുറേ നാളായി ഒരു മലയാളത്തിലൊരു സിനിമ, കുറേ നാളെന്ന് വെച്ചാൽ ഒരു വർഷങ്ങളൊന്നും ആയില്ല, എന്നാലും ലോക എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഭയങ്കരമായ ഒരു ക്യാരക്ടർ, ഒരു എക്സ്റ്റൻഡഡ് കെമിയോ ആണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരികയാണ്. കൊള്ളാം. ഒരു ടീസർ വെച്ച് കുട്ടിയൊരു ടീസറാണ്. നമുക്ക് വ്യക്തമായ എന്താണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് പറയാത്ത, എന്നാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി തന്ന ഒരു ടീസറായിട്ടാണ് എനിക്ക് തോന്നിയത്. കൊള്ളാം. എന്താ പറയുക, ഒരു കുഞ്ഞൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ പറയുന്ന ഡയറക്ടർ ആൻഡ് ടൊവിനോ കൂട്ടുകെട്ടിൽ വരുന്നൊരു സിനിമ എന്നൊരു രീതിയിൽ ഇത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ഭയങ്കര പാക്ഡായിട്ടുള്ള കയാടുമാണ് ഇതിനകത്ത് നായികയായിട്ട് വരുന്നത്. സോ ഭയങ്കരമായുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. പെട്ടെന്ന് തന്നെ ഏപ്രിൽ 10th തന്നെയാണ്. സോ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലറുകളും ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എന്നാൽ തന്നെയും കൊള്ളാം, ടീസർ കൊള്ളാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.